അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി നന്ദിയോട് കുടുംബശ്രീ മാതൃക ജെൻഡർ റിസോഴ്സ് സെന്റർ ഒരു വർഷത്തെ ലഹരിവിരുദ്ധ പ്രചാരണ പരിപാടി ജ്യോതിർഗമയ 2024 ഏകദിന ക്യാമ്പോടുകൂടി തുടക്കം കുറിച്ചു. CDS ചെയർപേഴ്സൺ ശ്രീമതി ഷില്ലിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വാമനപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജി കോമളം ഉദ്ഘാടനം നിർവഹിച്ചു. സ്നേഹിത സർവീസ് പ്രൊവൈഡർ ശ്രീമതി ദിവ്യ വിജയൻ സ്വാഗതം പറഞ്ഞു. കമ്മ്യൂണിറ്റി കൗൺസിലർ ശ്രീമതി മല്ലിക യോഗത്തിന് കൃതജ്ഞത രേഖപ്പെടുത്തി. തുടർന്ന് പാലോട് SI ശ്രീ വി ജോയ്, ധനു ചെയർമാൻ അഡ്വക്കേറ്റ് ജയകുമാർ, സൈക്കാട്രി സോഷ്യൽ വർക്കർ ശ്രീമതി സൂര്യ, ജെൻഡർ DPM ശ്രീ വിഷ്ണു M എന്നിവർ ലഹരിയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നയിച്ചു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ലഹരിയുടെ ആധാരങ്ങളിലേക്ക് ചെന്ന് നിൽക്കുന്നത്. പക്ഷേ നമുക്ക് അറിവേ ഉള്ളൂ, തിരിച്ചറിവില്ല. അവിടെയാണ് പ്രശ്നം. നമ്മള് പലതരത്തിലുള്ള ലഹരികളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കറിയുകയും ചെയ്യാം. പക്ഷേ അതൊക്കെ ജീവിതത്തിൽ എത്രത്തോളം പ്രായോഗിക തലത്തിൽ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് പ്രാധാന്യമായ സംഗതി. പാട്ടൊരു ലഹരിയാണ്, അഭിനയം മറ്റൊരു ലഹരിയാണ്. പക്ഷേ നമുക്കിതിനോടൊന്നും താല്പര്യമില്ല. നമുക്ക് താല്പര്യമുള്ളത് നമ്മളെ വികസിക്കുന്ന, നമ്മുടെ തലച്ചോറിനെ മന്ദീഭവിപ്പിക്കുന്ന, ജീവിതത്തെ താറുമാറാക്കുന്ന, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അത്രത്തോളം നമ്മളെ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ വിപത്തുക്കളിൽ ഒന്നായ സിന്തറ്റിക് ഡ്രഗ്സ് പോലെയുള്ള ലഹരികളെയാണ് നമുക്കിഷ്ടം. എന്നാൽ 90കളുടെ തുടക്കത്തിൽ കൂടാതെ കുടുംബശ്രീ ജില്ലാ മിഷൻ ധീരം കരാട്ടെ ടീമിന്റെ സ്വയം പ്രതിരോധ പരിപാടി സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ ശ്രീ സനൽ, കവിയും സാമൂഹ്യ പ്രവർത്തകനുമായ രാജീവ് അയ്യർ, വൈസ് ചെയർപേഴ്സൺ ശ്രീമതി രാധാമണി എന്നിവർ സംസാരിച്ചു. ലഹരി ഉപയോഗം കണ്ടെത്തുക, സ്നേഹിത കാലോ സപ്പോർട്ട് സെന്ററിന്റെ സഹായത്തോടെ കുട്ടികളെ പുതിയ ജീവിതത്തിൽ എത്തിക്കുക എന്നിവ ഈ പരിപാടി ലക്ഷ്യമിടുന്നു. കുടുംബശ്രീ ജില്ലാ മിഷൻ തിരുവനന്തപുരവും സ്പോർട്സ് കേരള ഫൗണ്ടേഷനും സംയുക്തമായി ചേർന്നുകൊണ്ട് കരോട്ട ട്രെയിനിങ് നൽകിയ ധീരത്തിലെ 2 പേരാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഏകദേശം
30ഓളം കുട്ടികൾ ട്രെയിനിങ് പൂർത്തിയാക്കി, 1 വർഷത്തെ ട്രെയിനിങ് പൂർത്തിയാക്കി ഇപ്പോൾ മറ്റ് കുട്ടികൾക്ക് സ്കൂളിലേക്കും കോളേജുകളിലേക്കും ട്രെയിനിങ് നൽകിക്കൊണ്ടിരിക്കുന്നു. ട്രിവാൻഡ്രം ജില്ലയിൽ 2 സെൻറ്ററുകളിലായിട്ടാണ് നമ്മൾ ട്രെയിനിങ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ എന്തെങ്കിലും സാധനം നമ്മൾ പോലും അറിയില്ല. ഈ സാധനം കൊണ്ട് ചെന്നാൽ പറ്റും. അടുത്ത ദിവസം ചേട്ടൻ വിളിക്കുന്നു, ഇന്നലെ ചായ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും, ആ ചായ എവിടെയാണ് കിട്ടുന്നത്? അപ്പൊ നമ്മളവിടെ പോകും. അത് പറഞ്ഞാണ് ഇതുപോലെയാണ് എന്ത് ചെയ്യുന്നത്, ആൾക്കാരെ ഇങ്ങനെ ചെയ്തു ആകർഷിക്കപ്പെടുന്നു. മനസ്സിലായ ഈ വർഷത്തെ ലഹരി വിരുദ്ധത്തിന്റെ ഒരു ലോകമൊട്ടായ ഒരു സന്ദേശം അറിയാൻ കാണാൻ പറ്റും. ഞെട്ടിപ്പിക്കുന്നവരെയാണ് ആൾക്കാണ് വളരെ അല്ല 8, 9, 10 വയസ്സായ കുട്ടികളൊക്കെ തന്നെ വളരെ മുതിർന്നവരെ പോലെയൊക്കെ സംസാരിക്കുന്നു. വളരെ ഭീകരമാണ് നമ്മുടെ അവസ്ഥ. ആ അവസ്ഥയിൽ നിങ്ങൾ എന്തും ഉറപ്പിക്കണം. ഏതാണ് നമ്മുടെ ഈ വർഷത്തെ മുദ്രാവാക്യം? ആദ്യം പറഞ്ഞാണ് എവിഡൻസ് ഈസ് മറന്നുപോലെ കാഴ്ചക്കൊള്ളുന്നതാണ്. എവിഡൻസ് ഈസ് കുറച്ചു പറയൂ. എവിഡൻസ് ഈസ് ക്ലിയർ. എന്താണ്? പ്രിവെൻഷൻ ഈസ് ദ ഇൻവെസ്റ്റ്മെന്റ്. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എന്തായിരിക്കണം? തടയുക. അതിന് മെനപ്പെടുന്ന ഏറ്റവും വലിയൊരു വർഗമാണ് പോലീസുകാർ.